രാവിലെ നേരത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വത്തോട്ടേക്ക് വീണ്ടും ചെറിയൊരു കഫക്കെട്ടും കുറുകലൊക്കെ പോലെ. അപ്പോൾ അത് കാരണം രാവിലെ പണികളൊന്നും ചെയ്ത് തീർക്കാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ വേഗം പണികൾ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം സ്വത്തോട്ടേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് പൊടിയേരിയും പിന്നെ കുറച്ച് ചെറുപയറിട്ടിട്ട് കഞ്ഞി വെക്കാനാണ് കേട്ടോ. സ്വത്തോട്ടി ചോറ് അങ്ങനെ കഴിക്കില്ല കേട്ടോ. കഞ്ഞിയാണ് പിന്നെയും ഒന്ന് കുടിക്കുക കേട്ടോ. അപ്പോൾ അത് കാരണം കഞ്ഞിക്കുള്ള ഞാൻ അടുപ്പത്ത് വെച്ചു. പിന്നെ വെള്ളം കുടിക്കാനുള്ളത് ഇൻഡക്ഷനിൽ ഞാൻ വെച്ചു കേട്ടോ. ഈ ഇൻഡക്ഷനിൽ ഈ കുടിക്കാനുള്ള വെള്ളം പിന്നെ അതേപോലെ ചോറൊക്കെ ഞാൻ ഈ ഒരു ഇൻഡക്ഷനിലാണ് വെക്കുക കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഗ്യാസിൽ തന്നെയാണ് വെക്കാറ്. പിന്നെ തലേ ദിവസത്തെ മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കുകയാണ്. പിന്നെ സ്വത്തൊട്ടിയാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. വരുന്ന സമയത്ത് വണ്ടിയിൽ നിന്നിട്ട് ഉറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീടെത്തിയതൊന്നും ആൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ഉറക്കമാണ്. അപ്പോൾ സ്വത്തൊട്ടി എണീക്കുമ്പോഴേക്കും എനിക്ക് കുറേശ്ശെ പണികൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ ഞാൻ ഒന്നും ചെയ്യാണ്ടായിരുന്നു പോയത് കേട്ടോ. ഒരു ഗ്ലാസ് ചായ പോലും ഞാൻ വെക്കാണ്ടായിരുന്നു പോയത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറികൾക്കുള്ളത് ഓരോ സാധനങ്ങൾ അരിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വെണ്ടക്ക ഉപ്പേരിയാണ് വെക്കുന്നത് കേട്ടോ. വെണ്ടക്ക ഇവിടെ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ചേട്ടനൊന്നും വെണ്ടക്ക ഉപ്പേരി ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം കുറച്ചിന് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ സ്വത്തുട്ടിയാണെങ്കിലും വെണ്ടയ്ക്കൊന്നും അങ്ങനെ കടിക്കാറുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. കഴിക്കാന്നുള്ള പ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലൊക്കെ ഉണ്ട്. പക്ഷെ അവന് ചേട്ടൻ്റെ ഒരു ടേസ്റ്റാണ് തോന്നുന്നു. കാരണം വെണ്ടയ്ക്കൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഞാൻ എനിക്കുള്ള വെണ്ടയ്ക്ക ഉപ്പേരി മാത്രമായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഉച്ചത്തേക്കും പിന്നെ രാത്രിക്കുള്ളത് മാത്രം. പിന്നെ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നില്ല കേട്ടോ. ഞങ്ങളുടെ ഒരു വല്യച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ. അപ്പോൾ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഫുഡൊക്കെ ആൾ അവിടെ തന്നെ കഴിച്ചിട്ടാണ് വരിക. അപ്പോൾ നമ്മുടെ കുടിക്കാനുള്ള വെള്ളം ചൂടായപ്പോൾ ഞാൻ ചോറിനുള്ള അരി ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഉപ്പേരി വെക്കാനായിട്ട് പോവാണ്. എനിക്കും വെണ്ടയ്ക്ക ഉപ്പേരിയൊന്നും ആദ്യമൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ വീട്ടിലങ്ങനെ വെണ്ടയ്ക്ക ഉപ്പേരിയായിട്ട് അങ്ങനെ വെക്കണ പരിപാടിയൊന്നും ഇല്ല. ഞങ്ങളുടെ അവിടെ വെണ്ടയ്ക്ക പുളി, വെണ്ടയ്ക്ക സാമ്പാർ അങ്ങനെയൊക്കെയാണ് കൂടുതലും വെണ്ടയ്ക്ക കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അത് കാരണം തന്നെ എനിക്ക് അങ്ങനെ വലിയ ഇതായിട്ട് ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഉപ്പേരികളിൽ. ഒരു ഇഷ്ടപ്പെടുന്ന ഉപ്പേരികൾ ഏതാണെന്നുള്ളതൊന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വെണ്ടയ്ക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെണ്ടയ്ക്ക, അതുപോലെ പയർ, കായ, ഈ മൂന്നെണ്ണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ചെറുതായിട്ട് കൈപ്പയ്ക്ക ഉപ്പേരി എനിക്ക് ഇഷ്ടമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വയ്ക്കുന്നത് എണ്ണ ചൂടായി കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബോളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് എണ്ണയിലൊന്ന് വാടാൻ വേണ്ടി വെച്ച് അങ്ങനെ കുറച്ച് നേരം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇങ്ങനെ ചുങ്ങി പോകണം വെണ്ടയ്ക്ക. അതാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ ആവണം. അത്ര വരെ ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയതിനു ശേഷം പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ എനിക്കിഷ്ടം. ഇനി നമുക്കിതിൽ മഞ്ഞൾപ്പൊടിയുടെ കൂടെ നമുക്ക് മുളക് പൊടിയും വേണമെങ്കിൽ കൂട്ടാട്ടോ. ചിലർക്ക് എരിവ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ വെണ്ടയ്ക്ക ഉപ്പേരിക്ക് ഒരു പ്രത്യേകിച്ച് നമ്മളിതിൽ സബോള ചേർക്കുന്നത് കാരണം എന്താ പറയുക, ഒരു പ്രത്യേക ഇളം മധുരം പോലെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അടുത്തത് നമുക്ക് കറി എന്തെങ്കിലും വയ്ക്കണമല്ലോ. അപ്പോൾ ചെറിയൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഇതാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. ഇത് എനിക്ക് മാത്രമായി ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ചേട്ടനായാലും ഇപ്പോൾ കറിയുടെ ഒക്കെ ചാറ് മതി കേട്ടോ. കഷ്ണമൊന്നും സാമ്പാർ വെക്കുകയാണെങ്കിൽ സാമ്പാറിലത്തെ കഷ്ണങ്ങളൊന്നും ആൾ കൂട്ടില്ല. കൂട്ടുന്നതും കുറച്ച് കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് പിന്നെ അതേപോലെ കായ ചിലപ്പോൾ കൂട്ടും. അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഉള്ളൂ. വേറെ അഡീഷണലായിട്ട് ആളങ്ങനെ കഷ്ണങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തട്ടിക്കൂട്ട് സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരും ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ. അതായത് നിവൃത്തിയില്ലാതെ വരുമ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി വെക്കുന്നൊരു സാമ്പാർ കേട്ടോ. അപ്പോൾ ഞാനിവിടുത്തെ പരിപ്പും അതേപോലെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ആവശ്യത്തിന് പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കത് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചാണ്. പരിപ്പും കൂടി ഉള്ളത് കാരണം നമുക്കത് ഒരു 4 വിസിൽ ഞാൻ അടുപ്പിക്കും കേട്ടോ. പരിപ്പ് മുന്നേ വേവിച്ചതിന് ശേഷമാണെങ്കിൽ ഒരു വിസിലൊക്കെ മതി. പക്ഷെ ഞാനൊരു 4 വിസിൽ വീതം അടുപ്പിക്കും കേട്ടോ. കാരണം പെട്ടെന്ന് ആയിക്കോളും. കുക്കറിലായി കാരണം പെട്ടെന്നാവും. കറക്റ്റ് ടൈമിൽ സ്വത്തൊട്ടി വേണിയിട്ട് വന്നു കേട്ടോ. ഇനി എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. സ്വത്തൊട്ടി ആണെങ്കിൽ നല്ല ഉറക്കപ്പിച്ചിലുമാണ് കേട്ടോ. അങ്ങനെ സ്വത്തൊട്ടി ഉറക്കപ്പിച്ചിലൊക്കെ മാറ്റി സ്വത്തൊട്ടിക്ക് ഞാൻ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്ട്രോബെറിയൊക്കെ കൊടുക്കാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടി അതിൻ്റെ ഇടയിൽ പറഞ്ഞു അമ്മ സ്ട്രോബെറിയുടെ ഞെട്ടി പൊട്ടിച്ചയോന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴുകിയ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഞെട്ടി ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പൊട്ടിച്ചു കൊടുത്തു. പിന്നെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ
എൻ്റെ അടുത്ത് സ്വത്തട്ടി പറയണ്ട അമ്മയ്ക്ക് തരാം, അമ്മ കഴിച്ചോ, ശക്തി ഉണ്ടാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് ശക്തി ഒന്നും വേണ്ട, എല്ലാ ശക്തിയൊക്കെ മതി, എൻ്റെ കുട്ടിക്ക് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വത്തട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, സ്വത്തട്ടി എന്നാൽ അപ്പുറത്ത് പോയിരിക്കും, അമ്മ അവിടെ നിന്ന് വൃത്തിയാക്കട്ടെ എന്ന്. അപ്പോൾ സ്വത്തട്ടി പറഞ്ഞു ഇപ്പോൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ താഴത്തോട്ട് ഞാൻ ഇറക്കി കേട്ടോ. അങ്ങനെ സ്വത്തട്ടി അവിടെ പോയിരിക്കുന്നുണ്ട്. പിന്നെ എണീറ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് പിന്നെ ചോദിക്കുകയാണ് ആള്, നമ്മളെപ്പോഴാണ് വീടെത്തിയേ, ഇവിടേക്ക് എപ്പോഴാണ് എത്തിയതെന്ന്. കാരണം അവ അറിഞ്ഞില്ലല്ലോ, വണ്ടിയിൽ വരുമ്പോൾ തന്നെ ഉറങ്ങിയിട്ടാണ് വന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സാമ്പാറിനുള്ള വിസിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഞാൻ വാർത്തയ്ക്ക് വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ കലത്തിൽ നമുക്ക് ഗ്യാസിൽ വെച്ചാൽ ഗ്യാസ് പെട്ടെന്ന് തീരും. പിന്നെ ഇൻഡക്ഷനിലാണെങ്കിലും നമുക്ക് വെക്കാനുള്ള കലമില്ല. അപ്പോൾ അത് കാരണം ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കലത്തിലോട്ട് പകർത്തിയിട്ട് ഞാൻ വാർത്ത് വയ്ക്കും കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. പുറത്ത് പോയി വന്നതിന് ശേഷം ഡ്രസ്സ് മാറ്റാണ്ടാണ് കേട്ടോ ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നത്. നല്ല ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പണി ചെയ്യുന്നത്. ഭയങ്കര വിഷമമുണ്ട്, പക്ഷേ എന്താ പറയുക, പെട്ടെന്ന് പണികൾ തീർക്കണം എന്നുള്ള രീതിക്ക് ഞാൻ വേഗം ചെയ്യണം. എന്തായാലും കഴുകിടാനുള്ളതാണ്, പിന്നെ വലിയ അഴുക്കൊന്നും ആവില്ലല്ലോ. പിന്നെ ഞാൻ പോയിട്ട് ചോറൊക്കെ വാർത്തതിന് ശേഷം ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സാമ്പാർക്കുള്ള ഇത് കടുകൊക്കെ പൊട്ടിച്ചിടില്ലേ, അങ്ങനെ ചെയ്യാണ് കേട്ടോ. പിന്നെ മറ്റേ വറ്റൽമുളക് ഇല്ല കേട്ടോ, ഉണക്കമുളക്. അത് കാരണം ജസ്റ്റ് കടുകിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാറാണല്ലോ, അത് കാരണം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ ആയി, ഉപ്പേരിയൊക്കെ ആയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് കഴിക്കാമെന്ന്. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതേ സാമ്പാറിട്ട് മീൻ വറുത്തത്, പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്പേരിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.